ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ലോക്ക്ഡൗൺ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. ഇപ്പോൾ താമസിക്കുന്ന നവി മുംബൈയിലെ സീവുഡ്സിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സോ കീപ് വാച്ചിങ്. മനോഹരമായ സൂര്യോദയത്തിൻ്റെ കാഴ്ച കണ്ടിട്ടാണ് എൻ്റെ ദിവസം തുടങ്ങുന്നത്. മുൻപൊന്നും രാവിലെ കേട്ടിട്ടില്ലാത്ത പലതരം കിളികളുടെ ശബ്ദങ്ങൾ എനിക്കിപ്പോൾ കേൾക്കാൻ പറ്റും. ഈ മാറ്റങ്ങളൊക്കെ ഇവരെയൊക്കെ ശല്യപ്പെടുത്താൻ പുറത്താരമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ അകത്താവുകയും അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുകയും ചെയ്തു. ഇതൊക്കെ പ്രകൃതിയുടെ കളികൾ മാത്രം. ഒരു ദിവസത്തിലെ ഒട്ടുമിക്ക സമയം ചെലവഴിക്കുന്ന എൻ്റെ ഈ ലോകത്തിലൂടെ ഞാൻ കാലെടുത്ത് വെക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും എനിക്ക് ആദ്യം കിട്ടേണ്ടത് കടുപ്പത്തിലുള്ളൊരു ചായ മാത്രം. അതിനിടയിലെ കുട്ടികളെ എണീപ്പിക്കണം. ലോക്ക്ഡൗൺ കാരണം സ്കൂൾസൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ അവർ ഇ ലേണിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് റെഗുലർ സ്കൂളിലെ സമയത്തുള്ള അതേ റൂട്ടീനാണ്. രാവിലെ തന്നെ എണീക്കണം, പിന്നെ കുട്ടികളെ റെഡിയാക്കിയിട്ട് കമ്പ്യൂട്ടറിന് ഫ്രണ്ട് ഇരിക്കണം. പിന്നെ ഞാനൊരു ചെറിയ ടിപ്പ് ആഡ് ചെയ്തോട്ടെ. നല്ല സ്ട്രോങ് ചായ കിട്ടണമെങ്കിൽ ക്ഷമ അത്യാവശ്യമാണ്. ദേ ചായ തിളച്ച് നല്ല സ്ട്രോങ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഈ ഫ്ലാറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ്. അതേപോലെ തന്നെ എൻ്റെ സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാനായിട്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ആ ദൂരെ കാണുന്നതാണ് താനെ ക്രീക്ക്. അതിൻ്റെ കരയിലായിട്ട് ധാരാളം കണ്ടൽക്കാടുകളുണ്ട്. ദേ എൻ്റെ ഗസ്റ്റ് എത്തിപ്പോയി. പിങ്ക് ബ്യൂട്ടി ഫ്ലമിംഗോസ്. എന്തൊരു ഭംഗിയാണ് ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് പറന്നു വരുന്നത് കാണാനായിട്ട്. ബ്രീഡിംഗ് ടൈം ആവുമ്പോൾ ഇറാനിൽ നിന്നും ഈ രാജഹംസങ്ങൾ ഗുജറാത്തിലെ കച്ചിലേക്ക് പറന്നെത്തും. വിൻ്ററിൽ ഇത് മുംബൈയിലോട്ടും അവിടെ നിന്ന് അവരുടെ ഇഷ്ടഭക്ഷണമായിട്ടുള്ള ബ്ലൂ ഗ്രീൻ ആൽഗെ തേടി നവി മുംബൈയിലെ വെറ്റ്ലാൻഡിലേക്ക് വരികയും ചെയ്യും. എല്ലാ വർഷവും ഫ്ലമിംഗോസ് വരാറുണ്ട്. പക്ഷെ ഇത്തവണ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലോക്ക്ഡൗൺ കാരണം ആൾക്കാർ പുറത്തിറങ്ങാത്തത് കൊണ്ടും മീൻപിടുത്തം ഇല്ലാത്തതുകൊണ്ടും തന്നെ 25% കൂടുതൽ ഫ്ലമിംഗോസാണ് ഇത്തവണ എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് മുംബൈയിൽ ഇത്രയധികം ഫ്ലമിംഗോസ് വരുന്നത്. അതും 1.5 ലക്ഷത്തിൻ്റെ മുകളിലായിട്ട് വരും. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മളെ കയ്യിൽ തന്നെയാണ്. എന്തുകൊണ്ടാണ് മുംബൈയിലോട്ട് ഇത്രയധികം ഫ്ലമിംഗോസ് ഇത്തവണ വന്നത്? ഇതെൻ്റെ ഫ്ലാറ്റിൻ്റെ വേറൊരു സൈഡാണ്. മക്കൾ പഠിക്കുന്ന സ്കൂളാണിത്. വളരെ അടുത്താണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സൈഡിൽ ലഷ് ഗ്രീൻ ബ്യൂട്ടി ആണെങ്കിൽ മറ്റേ സൈഡിൽ കോൺക്രീറ്റ് ജംഗിൾ തന്നെയാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം കുട്ടികൾക്ക് വീട്ടിൽ നല്ല ക്വാളിറ്റി ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ അവരവരുടെ കേട് വന്ന പഴയ ടോയ്സൊക്കെ റിപ്പയർ ചെയ്തിട്ടും മറ്റും പുതിയ ഹോബീസ് കണ്ടുപിടിക്കുകയാണ്. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മൾ മുതിർന്നവർക്കും പണ്ട് നഷ്ടപ്പെട്ടു പോയ ഹോബിയോ പാഷനൊക്കെ പൊടി തട്ടിയെടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാണിത്. റൂട്ടീനായിട്ട് അങ്ങനെ ക്ലീനിങ് ടൈമൊന്നുമില്ല, ഫ്രീ ആകുമ്പോൾ ചെയ്യും. ഇപ്പോൾ എല്ലാവരും വീട്ടിലുള്ളത് കാരണം കുട്ടികളും ഹസ്ബൻഡൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. എപ്പോഴും വീട്ടിലുള്ള കാരണം മോൾ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ തുടങ്ങി. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ എൻകറേജ് ചെയ്യാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവളിന്ന് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. 1.5 കപ്പ് പാസ്തയിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ എണ്ണയും ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം. ഇത് നല്ല സോഫ്റ്റ് ആണ് വരെ കുക്ക് ചെയ്യേണ്ട. ഒരു 10 to 12 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അതിനിടയ്ക്ക് 2 ടേബിൾ സ്പൂൺ മൈദയിലോട്ട് 1 കപ്പ് പാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല ഇളക്കി യോജിപ്പിക്കാം. ഈ വൈറ്റ് സോസ് പാസ്ത എല്ലാ കുട്ടികളുടെയും ഫേവറേറ്റ് ആണ്. ആ ഒരു സിൽക്കി സ്മൂത്ത് അരോമാറ്റിക് സോസ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും. പാസ്ത വെന്ത് കഴിഞ്ഞു. ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് വെള്ളം വാർത്തെടുക്കും. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുക്കണം.
ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മൈദയും പാലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തീ ഒരു മീഡിയം ലോയിൽ മതി. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഒന്ന് കുറുകി വരണം. പാസ്ത നല്ല ചൂടിൽ കഴിക്കാൻ ഏറ്റവും നല്ലത്. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സോസൊക്കെ തിക്കായിട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മളുടെ യമ്മി വൈറ്റ് സോസ് പാസ്ത റെഡി. ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം കുട്ടികൾക്ക് താഴെ കളിക്കാൻ പോകാൻ പറ്റില്ല. പക്ഷേ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അവരോടൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറയാം. ഇതിപ്പോൾ അവളുടെ റെഗുലർ ഡാൻസ് ക്ലാസ് ഉള്ളത് കാരണം അവളത് ചെയ്തോളും. ഇനി പാത്രമൊക്കെ കഴുകി നിലം തുടച്ചു കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണി കഴിഞ്ഞ സമയം ഇതാണ്. വൈകിട്ട് 5 മണിയായി. രാവിലത്തെ പോലെ തന്നെ വൈകിട്ടും ഒരു കപ്പ് ചായ എൻ്റെ ഒരു അഡിക്ഷനാണ്. ഇവിടെ സമ്മർ ജസ്റ്റ് തുടങ്ങി. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. വൈകിട്ട് കുട്ടികൾക്ക് അപ്പോൾ പാലിന് പകരം ജ്യൂസോ വേറെ വല്ല തണുത്ത എന്തെങ്കിലും കൊടുക്കും. ഇവിടെ നാളെയാണ് നോമ്പ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും റംദാൻ കരീം. ഇതാണ് പാം ബീച്ച് റോഡ്. മുംബൈയിലെ തന്നെ തിരക്കേറിയ പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നാണ്, പ്രത്യേകിച്ച് രാത്രി. ഒരിക്കലും ഉറങ്ങാത്ത മുംബൈ നഗരം എന്ന വിശേഷണമെല്ലാം മാറിപ്പോയി. ഈ ഒരു അവസ്ഥ മാറാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ജീവൻ പണയം വെച്ച് പുറത്തിറങ്ങി പ്രവർത്തിക്കുന്ന എല്ലാ സോഷ്യൽ വർക്കേഴ്സിനും എൻ്റെ ബിഗ് സല്യൂട്ട്. ബൈ.